നോവോ റെസ്യൂമെ എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊരു പ്രൊഫഷണൽ റെസ്യൂമെ ഉണ്ടാക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം എല്ലാ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് ഒരു സിംഗിൾ പേജ് റെസ്യൂമെ, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള, വളരെ മോഡേൺ ആയിട്ടുള്ള സിംഗിൾ പേജ് റെസ്യൂമെ ഈ വെബ്സൈറ്റ് വെച്ച് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. www.novoresume.com എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സിംഗിൾ പേജ് റെസ്യൂമെ ഫ്രീ ആയിട്ട് നമുക്ക് ഈ സൈറ്റിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. പല രീതിയിലുള്ള പല ഡിഫറെൻറ്റ് ടൈപ്സ് ടെംപ്ലേറ്റ്സിനകത്ത് അവൈലബിൾ ആണ്. അത് എത്ര എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിനകത്ത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വെബ്സൈറ്റിൽ വരുന്നതെങ്കിൽ റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് രജിസ്റ്റർ എന്നൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും. ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിയുമ്പോൾ മെയിലിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ബിൽഡ് മൈ CV എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ചോദിക്കും. അതായത് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, റെസ്യൂമെ ആണോ അല്ലെങ്കിൽ CV ആണോ. ഒരു 0 to 5 ഇയർ എക്സ്പീരിയൻസ് വരെ ഉള്ളവർക്കാണെങ്കിൽ റെസ്യൂമെയിൽ ക്ലിക്ക് ചെയ്യുക. 5+ ഇയർ എക്സ്പീരിയൻസ് ആണെങ്കിൽ CVയിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടും ചെറിയ ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ ഒരു ടെംപ്ലേറ്റിൻ്റെ ഡിസൈനിൽ. അപ്പോൾ ഞാനൊരു ഫ്രഷറിന് പറ്റുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായി എന്തെങ്കിലും ടെക്നിക്കൽ സ്കിൽസ് ഒക്കെ പഠിച്ച ആളുകൾക്ക് പറ്റുന്നൊരു റെസ്യൂമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസ്യൂമെയിൽ ക്ലിക്ക് ചെയ്തു. ഒരു എൻട്രി ലെവൽ കാൻഡിഡേറ്റിൻ്റെ റെസ്യൂമെയാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം, ഇത് ഒരുപാട് ടെംപ്ലേറ്റ്സ്, ഇത്രയും ടെംപ്ലേറ്റ്സ്, ഇതിൽ ഏത് ടെംപ്ലേറ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇതെല്ലാം ഫ്രീ ആണ്. പിന്നെ നോവോ റെസ്യൂമയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി വെച്ച് ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ റെസ്യൂമെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെയ്ഡ് വെർഷൻ എടുക്കണം. അല്ലെങ്കിൽ വേറെ ഇമെയിൽ ഐ ഡി വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ റെസ്യൂമെ എത്ര തവണ വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിന് ലിമിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു റെസ്യൂമെ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇതിനകത്ത് തന്നെ ഇവിടെ ഒരു സൂം ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വേറെ 2 ടെംപ്ലേറ്റ്സ് കൂടെ കാണും. അപ്പോൾ എല്ലാ പ്രൊഫൈലും ഇതുപോലെ തന്നെ ഏത് പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു പ്രൊഫഷണൽ റെസ്യൂമെ എന്നുള്ള ടെംപ്ലേറ്റ് ആണ്. അതിനകത്ത് തന്നെ ഞാൻ അതിനകത്ത് ഒരു തേർഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്യുക. ഏത് ടെംപ്ലേറ്റാണ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. കസ്റ്റമൈസ് നൗ എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ റെസ്യൂമെ എഡിറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഈ ഒരു വിൻഡോയിലാണ് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഒരു ടെംപ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കാണും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഫോണ്ട് ഒരു 3 ഫോണ്ടാണ് ഫ്രീ വേർഷനിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഏത് ഫോണ്ടാണ് വേണ്ടത് സെലക്ട് ചെയ്യാം. അതുപോലെ തീം നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഈ സ്റ്റാർ കാണിക്കുന്ന എല്ലാം പ്രോ വേർഷനിലേ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഫ്രീ വേർഷനിൽ അവൈലബിൾ ആണ്. നമുക്ക് ഏത് കളറാണ് വേണ്ടത് സെലക്ട് ചെയ്യാം. അതുപോലെ ലേഔട്ട് ഓപ്ഷൻ ഉണ്ട്. ഡീഫോൾട്ടായിട്ട് വരുന്ന ഈ ഒരു ലേഔട്ടാണ്. അതെല്ലാം നമുക്ക് ഈ ഒരു 2 ലേഔട്ടിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതുപോലെ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ജനറൽ ഡേറ്റിൻ്റെ ഒക്കെ ഫോർമാറ്റ് അങ്ങനത്തതും, പിന്നെ ഫോട്ടോ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു എഡിറ്റിംഗ് പാർട്ടിലുള്ളത്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ആദ്യം പേര് അവിടെ ഡീഫോൾട്ടായിട്ട് തന്നെ പേര് വരും. നമ്മൾ ഏത് Gmail ID വെച്ച് കൊടുക്കുമ്പോൾ തന്നെ പേര് അവിടെ വന്നോളൂ. അതുപോലെ പ്രൊഫഷണൽ ടൈറ്റിലായിട്ട്, അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പൈത്തൺ ഇൻറ്റേൺഷിപ്പ് ചെയ്ത ഒരു കാൻഡിഡേറ്റിന് പറ്റുന്ന ഒരു പ്രൊഫൈലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൊഫഷണൽ ടൈറ്റിലായിട്ട് ഞാൻ ഓൾറെഡി ഒരു ബേസിക് ഡീറ്റെയിൽസ്, ഒരു റെസ്യൂമേക്ക് വേണ്ട ബേസിക് ഡീറ്റെയിൽസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടൈറ്റിലായിട്ട് ഫുൾ സ്റ്റാക്ക് പൈത്തൺ ഇൻ്റേൺ എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്കൊരു ഷോർട്ടായിട്ട് നമുക്കൊരു സബ് ഹെഡിങ് കൂടെ കൊടുക്കാൻ പറ്റും. അവിടെ ഞാൻ ജസ്റ്റ് ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാണ്. ഇത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ഈ ഒരു ഏരിയയിൽ ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഒരു സമ്മറി പോലെ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ പോലെയൊക്കെ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അതുപോലെ ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യാം. പക്ഷേ ഒരു റെസ്യൂമേയിൽ ഫോട്ടോ ആഡ് ചെയ്യുന്നതിൽ വലിയൊരു റെലവൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പൈത്തൻ്റെ സർട്ടിഫിക്കേഷൻ, ഒരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ എടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അതായത് ആ സർട്ടിഫിക്കേഷൻ്റെ ലോഗോയോ അല്ലെങ്കിൽ ബാഡ്ജോ അങ്ങനത്തെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അപ്പോൾ ആ പ്രൊഫൈൽ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഒരു ടെക്നോളജിയിൽ ഇയാൾ സ്കിൽഡ് ആണെന്നുള്ളത്. ഒരു ലോഗോ ആഡ് ചെയ്തു. അതുപോലെ ഇനി ഇവിടെ റൈറ്റ് സൈഡിലുള്ളത് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അവിടെ ഇമെയിൽ ID ഡീഫോൾട്ട് വന്നോളും. മൊബൈൽ നമ്പർ കൊടുക്കുക, നമ്മളുടെ സ്ഥലം ഏതാണെന്നുള്ളത് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക.
അതുപോലെ തന്നെ ഒരു നെക്സ്റ്റ് ടാബ് ഉണ്ട്, സോഷ്യൽ എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ സ്കൈപ്പ് ID കൊടുക്കാം. അതുപോലെ തന്നെ ലിങ്ക്ഡിനകത്തുള്ള പ്രൊഫൈൽ കൊടുക്കുക. ഇതുപോലെ ഏറ്റവും നമ്മൾ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം കൊടുക്കുക. ഫേസ്ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളൊരു പ്രൊഫഷണൽ റെസ്യൂമേക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ല. വെബ്സൈറ്റ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. വെബ്സൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റ്, നല്ലതാണ്. കാരണം സ്വന്തമായിട്ടൊരു വെബ്സൈറ്റൊക്കെ ഉള്ളത് പ്രൊഫൈലിൽ കൊടുക്കാം. അപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ റൈറ്റ് സൈഡിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഒരു ബാനർ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി താഴോട്ടുള്ളത് വർക്ക് എക്സ്പീരിയൻസ്, സർട്ടിഫിക്കറ്റ്സ്, എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട രീതിയിൽ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊരു നേരത്തെ പറഞ്ഞൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്ത ആളുടെയാണ്. അപ്പോൾ ഞാൻ ഈ വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ഹെഡിങ് മാറ്റിയിട്ട് ഇവിടെ ഇൻറ്റേൺഷിപ്പ് എന്നാക്കുകയാണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തിരിക്കുന്നത് ഇത് ഫുൾ സ്റ്റാക്ക് പൈത്തൺ ആണ്. അതുപോലെ കമ്പനിയുടെ എവിടെയാണ് ചെയ്തത് ആ കമ്പനി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ഏത് ടൈമിലാണ് ചെയ്തിരിക്കുന്നത്, ഏത് മാസമാണ് അല്ലെങ്കിൽ ഏത് ഡ്യൂറേഷനിലാണ് ചെയ്തത്, ആ ഡ്യൂറേഷൻ കാര്യങ്ങൾ കൊടുക്കുക. ഇനി അച്ചീവ്മെൻറ്റ് ടാസ്ക് എന്നൊരു ഹെഡിങ് ഉണ്ട്. അപ്പോൾ ഞാനിതിന് പകരമായിട്ട് ഇവിടെ ടെക്നിക്കൽ സ്കിൽസ് എന്ന് ആഡ് ചെയ്യാണ്. എന്നിട്ട് താഴെയായിട്ട് നമ്മൾ ഒരു ഇൻറ്റേൺഷിപ്പിൽ എന്തൊക്കെയാണോ പഠിച്ചത് ആ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആഡ് ചെയ്തു. ഇനി അടുത്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിത് മാറ്റിയിട്ട് സർട്ടിഫിക്കേഷൻ എന്നാക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് ആ സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഓൺലൈൻ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എന്ത് സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പൈത്തൻ്റെ തന്നെ ഒരു മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു. ഇത് എപ്പോഴാണ് ചെയ്തത്, അത് ഡ്യൂറേഷനിലേലും കുഴപ്പമില്ല. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ. അതായത് ഇനി ഒരു സർട്ടിഫിക്കേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് വൺ ഒരു ഓൺലൈൻ ഇപ്പോൾ സോളോ ലേൺ പോലത്തെയൊക്കെ വെബ്സൈറ്റുകൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട്, അല്ലെങ്കിൽ ഗൂഗിളിലേക്ക് ഒരുപാട് ഫ്രീ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ഞാനൊന്ന് ഒരു സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൂടെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. അതായത് ഇൻറ്റേൺഷിപ്പ് ആഡ് ചെയ്തു, സർട്ടിഫിക്കേഷൻ ആഡ് ചെയ്തു. ഇനി എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കോഴ്സുകളും, അതായത് നമ്മളുടെ ഡിഗ്രി, അതായത് ഏറ്റവും ലാസ്റ്റ് ചെയ്ത ഡിഗ്രി ഏതാണോ അത് ഫസ്റ്റ് ആഡ് ചെയ്യുക. ആ ഓർഡറിൽ തന്നെ ആഡ് ചെയ്ത് പോവുക. കോളേജ് ഏതാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഏതാണ്, ഇങ്ങനെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ഏത് വർഷമാണ് പാസ് ഔട്ട് ആയത്. അതുപോലെ കോളേജ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഏത് കോഴ്സാണ് ചെയ്തത്, അങ്ങനത്തെ ബേസിക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രി ആഡ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ എത്ര % മാർക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ CGPA അല്ലെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ BTech ആഡ് ചെയ്ത പോലെ തന്നെ അടുത്തത് +2 ആഡ് ചെയ്യാം. അല്ലെങ്കിൽ PG ചെയ്തിട്ടുണ്ടെങ്കിൽ PG ആദ്യം ആഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാം. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് തന്നെ കിടക്കുന്ന സ്കിൽസാണ്. സ്കിൽസിനകത്ത് എന്തൊക്കെ സ്കിൽസ് ഉണ്ടോ ആ സ്കിൽസ് എല്ലാം ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഒരു പൈത്തൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ പൈത്തൺ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്കിൽസും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അറിയാവുന്ന സ്കിൽസ് മാത്രമേ പ്രൊഫൈലിനകത്ത് ആഡ് ചെയ്യാവുള്ളൂ. അറിയാത്ത സ്കിൽസ് വെറുതെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ അത് റിലേറ്റഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാൻ വയ്യ സ്കിൽസ് ഒരു കാരണവശാലും റെസ്യൂമേൽ ആഡ് ചെയ്യരുത്. മാക്സിമം ഏറ്റവും കൂടുതൽ എത്ര സ്കിൽസ് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്കിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സിനകത്ത് ഇത് ഹെൽപ്പ് ചെയ്യും.
പക്ഷേ അതിനകത്തും എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് ചോദിച്ച് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് വരും. അതുകൊണ്ട് തന്നെ അറിയാവുന്ന സ്കിൽസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബേസിക്കായിട്ട് എന്തൊക്കെ സ്കിൽസ് ആഡ് ചെയ്യാൻ പറ്റുമോ ആ സ്കിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. വേർഡ്, എക്സൽ ഇതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം, ഇതൊന്നും വെക്കേണ്ട കാര്യമില്ല. വേറെ ഒന്നും ആഡ് ചെയ്യാനില്ലാത്തവർ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ആഡ് ചെയ്യാനുള്ളത് അച്ചീവ്മെൻറ്റ്സാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു വോളണ്ടറി എക്സ്പീരിയൻസ് ഉണ്ട്. തൽക്കാലം ഞാൻ ഈ ഒരു ഏരിയ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോളണ്ടറി എക്സ്പീരിയൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് അവേ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി അടുത്ത ഓർഗനൈസേഷൻ ഉണ്ട്. ഓർഗനൈസേഷൻ മാറ്റിയിട്ട് ഞാനിവിടെ അച്ചീവ്മെൻ്റ് എന്നാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി അച്ചീവ്മെൻറ്റിനകത്ത് നമുക്ക് 1 by 1 ആയിട്ട് ഒരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ, അല്ലെങ്കിൽ ആ കമ്പനിയോട് നമുക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു അത്രയും ആ പ്രൊഫൈൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് തന്നെ ആഡ് ചെയ്യാൻ നോക്കുക. ചെറിയ സിമ്പിളായിട്ടുള്ള സില്ലി അച്ചീവ്മെൻറ്റ്സ് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സെമിനാറുകളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഡീറ്റെയിൽസ് എല്ലാം അച്ചീവ്മെൻറ്റ്സിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും അച്ചീവ്മെൻറ്റ് ഏരിയ കഴിഞ്ഞു. അടുത്തത് ഓണേഴ്സ് ആൻഡ് അവാർഡ്സ് ആണ്. അപ്പോൾ ഞാനിത് മാറ്റിയിട്ട് ഇത് ഒരു അക്കാഡമിക് പ്രൊജക്റ്റ് എന്ന് ചേഞ്ച് ചെയ്യുകയാണ്. എന്നിട്ട് പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുക. റെസ്യൂമേലൊക്കെ ഒരു മെയിൻ പ്രൊജക്റ്റ് മാത്രം കൊടുത്താൽ മതിയായിരിക്കും. മിനി പ്രൊജക്റ്റോ അല്ലെങ്കിൽ സെമിനാറോ ഡീറ്റെയിൽസോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. മെയിൻ പ്രൊജക്റ്റിന് മാത്രം ജസ്റ്റ് ഒരു ടൈറ്റിലും ഒരു ഡിസ്ക്രിപ്ഷനും മാത്രം കൊടുത്താൽ മതി. അതും അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വെക്കേണ്ട കാര്യമില്ല. ബേസിക് ആയിട്ട് കാര്യങ്ങൾ മാത്രം വെക്കുക. ഇനി ഇതിനകത്തൊരു ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ട് ഏരിയ ഉണ്ട്. ഞാൻ തൽക്കാലം ലാംഗ്വേജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാം, പ്രൊഫഷൻസി കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇപ്പോൾ ഏത് ലാംഗ്വേജ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അങ്ങനെ ആഡ് ചെയ്യാം. അതിൻ്റെ പ്രൊഫഷൻസി എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാം, എത്രത്തോളം ബെസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുള്ളത്. ഇതുപോലെ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻഫോഗ്രാഫിക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യിക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ലാംഗ്വേജ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ അല്ല, എന്നാൽ പോലും വേണമെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഒരു സപ്പോർട്ടർ കോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. ഞാനിത് മാറ്റിയിട്ട് ഇതിന് പകരമായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഇപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് ആഡ് ചെയ്യേണ്ടത് അഡ്രസ്സ് നമ്മൾ ഓൾറെഡി മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അഡ്രസ്സിലേക്ക് പോകുന്നില്ല. അതുപോലെ നമുക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് സാധാരണ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനകത്തും റിലീജിയനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാസ്റ്റ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. പിന്നെ ഏറ്റവും താഴത്ത് വരുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റിനകത്തും ഇപ്പോൾ ഹോബീസ് അല്ല, ഇൻട്രസ്റ്റും ഹോബിയും ഡിഫറെൻ്റ് ആണ്. ഇൻട്രസ്റ്റിനകത്ത് ടൈം കിട്ടുമ്പോഴൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇൻട്രസ്റ്റിനകത്ത് കൊടുക്കാം. ബട്ട് ഇതിനെ പറ്റിയ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളുടെ ഒരു പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിനകത്ത് ഫുൾ വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇതൊരു പൈത്തൺ ഡെവലപ്പർ വേക്കൻസി ഫ്രഷർ റിക്വയർമെൻറ്റ് ഒരു പ്രൊഫൈൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് ഷോർട്ട് ലിസ്റ്റ് ആവും. കാരണം ഒരു കമ്പനി എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ട്, ഇന്റേൺഷിപ്പ് ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, എന്തൊക്കെ സ്കിൽസ് അറിയാമെന്ന് വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ടോപ്പിലായിട്ട് തന്നെ ടെക്നിക്കൽ സ്കിൽസ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അച്ചീവ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാലും അതിനകത്തും നമ്മൾ അപ്ലൈ ചെയ്ത ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പ്രൊജക്റ്റും ആ ഒരു ടെക്നോളജി റിലേറ്റഡ് തന്നെയാണ്. ബാക്കി എല്ലാം ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഒരു സിംഗിൾ പേജിൽ കാണുന്ന വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പ്രൊഫൈലാണ്. ഡെഫിനറ്റ് ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ആവും. ഇനി ഇത് ഇത്രയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് ഇത് ഡൗൺലോഡ് ആവും.
അപ്പോൾ ഇതൊരു PDF ഫയലായിട്ടായിരിക്കും വരുന്നത്. വലിയ സൈസൊന്നുമില്ല, വളരെ ഒരു ചെറിയ സൈസിലുള്ള ഒരു PDF ഫയലായിരിക്കും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതെടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും വെക്കുന്ന ഇനിയിപ്പോൾ ഒരു 3 ഇയർ അല്ലെങ്കിൽ 5 ഇയർ എക്സ്പീരിയൻസ് വരെ ഉള്ളവർക്കും ഈ ഒരു സെയിം പ്രൊഫൈൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു സെയിം ഡിസൈൻ വെച്ച് അല്ലെങ്കിൽ ഒരു സൈറ്റ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്തെടുക്കാനാണെങ്കിലും നമ്മൾ വേറെ ടെക്നിക്കലായിട്ട് ഒന്നും അറിയേണ്ട കാര്യമില്ല. വെറുതെ വെബ്സൈറ്റ് എടുക്കുക, നമ്മളുടെ ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഒരു Gmail ID വെച്ച് അല്ലെങ്കിൽ ഒരു മെയിൽ ID വെച്ച് ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലിൽ നിന്ന് ഒറ്റ റെസ്യൂമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് മാത്രമേ ഒരു കുഴപ്പമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒരെണ്ണം മതി. നമുക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. മൾട്ടിപ്പിൾ റെസ്യൂമേ ഉണ്ടാക്കിയിട്ടേണ്ട കാര്യമില്ല. ഇനി മൾട്ടിപ്പിൾ റെസ്യൂമേ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു റെസ്യൂമേ ഇനി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി റെസ്യൂമേ ഉണ്ടെങ്കിൽ അത് ഈ ഒരു വെബ്സൈറ്റ് വഴി ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു പ്രൊഫൈൽ എടുത്ത് കമ്പനികളിലേക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങുക. ഡെഫിനറ്റായിട്ടും ഇതിനൊരു റിസൾട്ട് കിട്ടിത്തുടങ്ങാം. കരിയർ അല്ലെങ്കിൽ ടെക്നിക്കൽ ട്രെയിനിങ്, ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.